ചെറിയൊരു ബിരിയാണി സെന്റർ. അതായത് സ്വന്തമായി ബിരിയാണി ഉണ്ടാക്കാതെ വലിയ ഹോൾസെയിൽ ഡീലർമാരുടെ അടുത്തൊന്നും ബിരിയാണി എടുത്തിട്ട് ചെറിയ കൗണ്ടർ വഴി വിൽക്കുന്ന ഒരു ചെറിയ പരിപാടി. വെറും 1.5 ലക്ഷം രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ബിസിനസ് തുടങ്ങാവുന്നതാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ കട വേണം. കടക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ടെങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ 50,000 രൂപ വെച്ച് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ദിവസേന ഒരൊറ്റ സ്റ്റാഫിന് 1000 രൂപ ദിവസക്കൂലി നൽകി ദിവസേന 5000 രൂപ ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഈ ബിസിനസ് തുടങ്ങാനുള്ള 1.5 ലക്ഷം രൂപ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു കിച്ചൺ സെറ്റപ്പോ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റാഫിനെയോ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വൺ ടൈം സെറ്റപ്പ് കോസ്റ്റ് നമുക്ക് വളരെ കുറവാണ്. ഒന്നാമതായി നമ്മളൊരു റൂം എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ ഒരു ചെറിയ റൂമിന് വേണ്ടി നമ്മൾ 1 ലക്ഷം രൂപ അഡ്വാൻസിനായിട്ട് മാറ്റിവെക്കുക. പിന്നെ റോഡരികിൽ ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുന്ന വിധത്തിൽ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യണം, ലൈറ്റിങ്ങോട് കൂടി. അതിന് നമുക്കൊരു 25,000 രൂപ മാറ്റിവെക്കുക. പിന്നെ വലിയ ഹോൾസെയിൽ ഡീലർമാരിൽ നിന്നും നമ്മൾ ബിരിയാണി കൊണ്ടുവന്ന് ചൂടാറാതെ സൂക്ഷിക്കാനുള്ള ഹോട്ട് ബോക്സിനും പിന്നെ ബിരിയാണി വിളമ്പാനുള്ള പാത്രങ്ങൾക്കും മറ്റുമായിട്ട് ഒരു 5,000 രൂപ കണക്കാക്കുക. നാലാമത് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നുള്ള ലീഗൽ ലൈസൻസുകൾക്ക് വേണ്ടി ഒരു 5,000 രൂപ മാറ്റിവെക്കുക. അവസാനമായിട്ട് വരുന്ന ഒരു 15,000 രൂപ അത് നമ്മുടെ റണ്ണിങ് ക്യാപിറ്റലാണ്. ദിവസവും ഹോൾസെയിലായിട്ട് ബിരിയാണി ഇറക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൈസ റണ്ണിങ് ക്യാപിറ്റലായി അഡ്വാൻസ് ആയിട്ട് ഹോൾസെയിൽ ഡീലർമാർക്ക് കൊടുക്കുവാൻ വേണ്ടി കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചിലവുകളിലേക്കും ഈ ബിസിനസ്സിലെ വിജയ സാധ്യതയെക്കുറിച്ചും നോക്കാം. ഇന്ന് സിറ്റിയിൽ ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ 160 രൂപയെങ്കിലും കൊടുക്കണം. എന്നാൽ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു 100 രൂപയുടെ ബിരിയാണിയാണ്. വലിയ ഡീലർമാരിൽ നിന്നും ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിന് 60 രൂപ എന്ന നിരക്കിൽ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ നമുക്ക് കിട്ടുന്ന ലാഭം ഒരു 40 രൂപയാണ്. ഇനി നമ്മൾ ദിവസേനയുള്ള ഫിക്സഡ് ചിലവുകൾ നോക്കാം. കടയുടെ മാസ വാടക 15,000 രൂപ. അപ്പോൾ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് 500 രൂപയാണ്. പിന്നെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിന് നമ്മൾ നൽകുന്നത് ദിവസക്കൂലിയായിട്ട് 1000 രൂപയാണ്. പിന്നെ പാക്കിംഗ് കവറുകൾ, ലൈറ്റ്, കറണ്ട് അങ്ങനെ മറ്റുള്ള ചിലവുകൾക്ക് വേണ്ടി നമുക്ക് ദിവസേന ഒരു 500 രൂപ മാറ്റിവെക്കാം. അങ്ങനെ ബിരിയാണി വിൽക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ദിവസേന 2,000 രൂപ ചിലവുണ്ടാകും. ഇനി നമുക്ക് പ്രോഫിറ്റിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവസേന കുറഞ്ഞത് ഒരു 175-200 ബിരിയാണി വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും 5,000 രൂപ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റിൽ എല്ലായിടത്തും ഇപ്പോൾ ബിരിയാണിക്ക് 160 രൂപ ആയതുകൊണ്ട് തന്നെ നമ്മുടെ 100 രൂപയുടെ ബിരിയാണി കാണുമ്പോൾ, ബോർഡ് കാണുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് വന്നു കയറും. സാധാരണക്കാരായ ആളുകൾ നമ്മുടെ കടയിൽ കയറി ബിരിയാണി കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ല. അതായത് 100 രൂപയുടെ ബിരിയാണിക്ക് 60 രൂപയാണ് നമ്മൾ ഹോൾസെയിലുകാർക്ക് കൊടുക്കുന്നത്. 40 രൂപയാണ് നമുക്ക് അതിൽ പ്രോഫിറ്റ്. 175 ബിരിയാണി നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 7,000 രൂപ നമുക്ക് കിട്ടും. അങ്ങനെ 7,000 രൂപ കിട്ടുമ്പോൾ 2,000 രൂപ നമ്മുടെ ചിലവ് കഴിച്ച് നമുക്ക് 5,000 ബാക്കി കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇനി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ ലാഭമാണ്. നമ്മളൊരു 11 മണി മുതൽ 3 മണി വരെ ഷോപ്പ് തുറന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സിറ്റിയുള്ള ഏരിയയിൽ വളരെ സിമ്പിളായിട്ട് 3 മണിക്കൂർ കൊണ്ട് വീട്ടിൽ തീർക്കാൻ പറ്റുന്ന എണ്ണം മാത്രമേ ഈ 175 എന്ന് പറയുന്നതുള്ളൂ. നിങ്ങൾ എടുക്കുന്ന കട സിറ്റി ഏരിയയിലാണെങ്കിൽ ഒരു 200 ബിരിയാണി വിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയ ആണ്. അതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പറ്റും.